മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ താനെന്ന് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച സർവേയെ തള്ളി നേതാക്കൾ. വിശ്വാസ്യതയില്ലാത്ത സർവേ എന്നാണ് വിമർശനം. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ശശി തരൂരിന് പരോക്ഷ മുന്നറിയിപ്പുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ശശി തരൂരിനെ എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ. ഈ സർവേയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശശി തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സർവേയെ അവഗണിച്ചു തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സർവേയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കുകയാണ് K മുരളീധരൻ. UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവുള്ളൂ. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. അതാണ് വേണ്ടത്. ക്യാപ്റ്റൻ മേജർ വിളികളിൽ വിവാദം കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സർവേയുമായി തരൂർ എത്തിയത്. സർവേ ഫലം തരൂർ പങ്കുവച്ചത് മനഃപൂർവ്വമെന്ന് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അവഗണിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.